നീലത്താമര എന്നാൽ മലയാളിയുടെ മനസ്സിൽ അത് അർച്ചന കവിയാണ്. സ്വാഗതം. താങ്ക് യു. അർച്ചന, 10 വർഷത്തെ കുഞ്ഞിടവേളയ്ക്ക് ശേഷം, അതെ, വളരെ ചെറുതാണ് നമ്മൾ പറയുമ്പോൾ, വീണ്ടും വരുന്നു ഐഡന്റിറ്റിയിലൂടെ. എന്തുകൊണ്ട് ഐഡന്റിറ്റി? ഐഡന്റിറ്റി ബിക്കോസ് അതാണ് എനിക്ക് ആദ്യമായിട്ട് ഓഫർ വന്നേ, ഓണസ്റ്റ്ലി. പിന്നെ ഞാൻ അതിൻ്റെ കഥ എന്നെ അഖിൽ വിളിച്ച് സ്ക്രിപ്റ്റ് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റിന് റെക്കമെൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്യൂരിയോസിറ്റിയാണ്, അതെന്തായിരിക്കും, നമ്മൾ എന്തായിട്ടായിരിക്കും അവർ ഇമാജിൻ ചെയ്യണമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വരുമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ ആ കഥ കേൾക്കാൻ പോയത്. പിന്നെ എന്നോട് ഫുൾ സ്ക്രിപ്റ്റാണ് കേൾപ്പിച്ചത്. അപ്പം നമുക്ക് പടം കണ്ടവർക്കറിയാം, ഭയങ്കര ലാർജ്, ഹ്യൂജ് പടമാണിത്. അപ്പം അതെന്താണെങ്കിലും നോട്ടീസബിൾ ആവുമെന്ന് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. I said yes. ഈ 16 വർഷം ആയി മലയാള സിനിമയുടെ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട്. അതെ, എന്ത് തോന്നുന്നു? ഈ 16 വർഷം എന്ന് വെച്ചാൽ ഒരു ചെറിയ കാലയളവല്ല. എന്ത് തോന്നുന്നു എന്ന് വെച്ചാൽ, ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ കൂടെ സീനിയർ ഡയറക്ടേഴ്സ് ആയിരുന്നു റൂള് ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഇപ്പം പതുക്കെ എൻ്റെ ഏജ് ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണ് ഇപ്പം ആക്റ്റീവ്ലി നിൽക്കണേ. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കൊലാബറേഷൻ ഈസിയാണ് ഇപ്പം. നമുക്ക് ഒരു ആളുടെ അടുത്ത് ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയാനുള്ളൊരു സ്പേസ് കൂടുതലും ഇപ്പോൾ ഉണ്ട്. സോ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് എനിക്ക് ഏറ്റവും സർപ്രൈസിങ്ങും ഷോക്കുമായിട്ട് തോന്നിയത് എന്നാന്ന് വെച്ചാൽ, ആൾക്കാർ, ഞാൻ ഈ ഗ്യാപ്പ് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോഴും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കുഞ്ഞുമാളോടുള്ള സ്നേഹമായിരിക്കും. പക്ഷെ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പം മീഡിയ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പൊ അത് ഐ എം വെരി സർപ്രൈസ്. എനിക്ക് അതൊന്നും ഡൈജസ്റ്റ് ആയിട്ടില്ല. ഇപ്പൊ ഡൽഹി വളർന്ന ഒരാള് ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്, അതിന്റെ ഒരു വലിപ്പം ശരിക്കും ആർച്ചനയ്ക്ക് അന്ന് അറിയാമായിരുന്നോ? MD സാറ്, ലാൽജോ സാറ്. ലാൽ സാറിന്റെ അറിയായിരുന്നു, ബിക്കോസ് ഞാൻ ക്ലാസ്മേറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ MT സാറിന്റെ എനിക്ക് തീരെ അറിയണ്ടായില്ല. പിന്നെ സാറിനെ മീറ്റ് ചെയ്താലും സാർ ഒട്ടും ഞാനൊരു ലിറ്ററേച്ചർ ബേസ്ഡ് ആളെ മീറ്റ് ചെയ്യാൻ പോവാന്ന് ഓർത്തപ്പോൾ ഞാൻ എനിക്ക് ലിറ്ററേച്ചറിനെ കുറിച്ച് എന്ത് നോളജാ ഉള്ളത്, ഞാൻ വായിക്കുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് സ്ട്രെസ് ചെയ്തിട്ടാണ് സാറിനെ കാണാൻ പോയത്. പക്ഷെ സാറ് അതൊന്നും ചോദിച്ചിട്ട് പോലുമില്ല. സാർ വാസ് വെരി, ഞാൻ സാറിനോട് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ സാർ ഇംഗ്ലീഷിലായിട്ടാണ് വിട്ടത്. ബിക്കോസ് സാർ എന്നെ കംഫർട്ടബിൾ ആക്കാനാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ അത്രയ്ക്ക് ഈസ് എ വണ്ടർഫുൾ ഹ്യൂമൻ ബീങ് ഓൾസോ. കാരണം ഇപ്പൊ പറഞ്ഞല്ലോ കുഞ്ഞിമാളുവിനോട് മലയാളിക്കുള്ള സ്നേഹം. ഇപ്പൊ നീലത്താമര അർച്ചനയിലേക്ക് വരുമ്പോൾ അതൊരു റീമേക്ക് വീണ്ടും ചെയ്യുകയാണ്. എന്നിട്ടുകൂടി അത്രയും അംഗീകരിച്ച ഒരു സിനിമ, അത്രയും നല്ല പാട്ടുകൾ. ഇപ്പോഴും അതിനകത്തെ പാട്ടിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മലയാളിക്ക് നീലത്താമര എന്നാൽ അർച്ചന കവി തന്നെയാണ്. കാരണം ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് വരുന്നത് അർച്ചനയുടെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു സിനിമയിലേക്ക് വരുമ്പോ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് പ്ലേ ഫെസ്റ്റിവലിന് പോവാനോ എവിടെയെങ്കിലും, എനിക്ക് അത്രയും ബോധം ഉണ്ടായുള്ളൂ. ഞാൻ എനിക്കൊരു ജോലി കിട്ടി, ഞാൻ ആ ജോലി ചെയ്യുന്നു. ഇത് ഫസ്റ്റ് റീമേക്ക് ഓഫ് മലയാളം സിനിമയാന്നുള്ളൊരു ബോധം ഉണ്ടായില്ല. ഇത്രയും വലിയ ക്യാൻവസ് ആണ് ഈ പടത്തിന്റെ, അതൊന്നും എനിക്ക് അറിയണ്ടായില്ല. എനിക്ക് ഈ പണി തരുന്നു, ആ പണി ഞാൻ ചെയ്യുന്നു. ആ ഒരു മൈൻഡ് സ്പേസിലായിരുന്നു ഞാൻ പോയി. അത് ആക്ച്വലി പാട്ട് ഇറങ്ങിയപ്പോഴും ഞാൻ ഡൽഹിയിലായിരുന്നു. അപ്പൊ അതിന്റെ എന്ത് ഇമ്പാക്റ്റ് ആണ് നാട്ടിൽ നടന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിയുന്നത് ഫസ്റ്റ് ഷോ കാണാൻ വന്നപ്പോഴാണ്. അപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഐ ഡോണ്ട് തിങ്ക് എനി ക്യാരക്ടർ അന്നത്തെ കാലത്ത് ഇത്രയും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നു ഭയങ്കരമായിട്ട്. സോ അപ്പോഴാണ് എനിക്ക് മനസ്സിലായോ, ഞാൻ ഇത്രയും വലിയ പണി ചെയ്താണോ